അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഹംദുലില്ലാഹ്, ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഉദയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് മുഹമ്മദ് ഹാജിയെ കാണാൻ വേണ്ടി വന്നതാണ്. CM വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനും മറ്റ് മശായിഖന്മാരെ കീഴിൽ നിൽക്കാനൊക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഏതായാലും CM വലിയുള്ളാഹിയുടെ അടുത്തേക്ക് എത്തിയതും അവരുമായി ഉണ്ടായ അനുഭവങ്ങളുമാണ് ഇന്ന് കാഫിലയിൽ നമ്മളോടൊപ്പം മുഹമ്മദ് ഹാജി പങ്കുവെക്കുന്നത്. എന്തൊക്കെയാ റാഹത്തല്ലേ? നിങ്ങൾ ബഹുമാനപ്പെട്ട മടവൂർ CM വലിയുള്ളാഹിയെ ആദ്യമായിട്ട് കാണുന്നതും അവരുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ ഉമ്മയായിട്ട് നമ്മൾ പെങ്ങൾക്ക് സുഖമായിട്ട് പെങ്ങളായിട്ട് പോയിട്ടാണ് കാണുന്നത്. മൂത്ത പെങ്ങളുണ്ട്, ആ പെങ്ങളായിട്ടാണ് പോയിട്ട് ഉമ്മയായിട്ടാണ് ഫസ്റ്റിൽ കാണുന്നത്. ചെറുപ്പത്തിൽ തന്നെ മൂപ്പൻ്റെ പണിയെടുക്കുമ്പോൾ പോയി കാണുന്നത്. അങ്ങനെ അവിടെ കണ്ട് പിന്നെ സുഖം സാരില്ല എന്ന് പറഞ്ഞ നൂല് എടുത്ത് കഴിഞ്ഞ് ഒരു നൂല് മന്ത്രിച്ചു കൊടുത്ത് സാരില്ലെന്ന് സാരില്ല പറഞ്ഞു. പിന്നെ അത് മാറിപ്പോയി. പിന്നെ പെങ്ങൾ ഓരോരുത്തരെയും കൊണ്ടിങ്ങനെ ഒരു മക്കളൊക്കെ കൊണ്ടുപോയി പോകാറുണ്ട്. പെങ്ങൾ അവരെ മക്കളെയും കൊണ്ട് പോയിട്ട് ഇങ്ങനെ പോലുണ്ട്. ഒരു മോന് ഗൾഫ് പോകാൻ വേണ്ടി ചോദിച്ചപ്പോൾ കുവൈറ്റിലേക്ക് അവർ പോകണ്ടായിരുന്നു. കുവൈറ്റിലേക്ക് അവർ പോകണ്ടായിരുന്നു. അത് പോകണ്ടായിരുന്നു, ആട്ട് പോകണ്ടായിരുന്നു. അതിന് അവർ കിട്ടിയ വിസ ക്യാൻസൽ ചെയ്ത്. അതിനൊരു 4 മാസം കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ അന്നാണ് ഇറാഖായിട്ടുള്ള യുദ്ധം. കുവൈറ്റും ഇറാഖും തമ്മിൽ യുദ്ധം. ആ യുദ്ധത്തിൻ്റെ കാരണമാണ് പോകണ്ടായിരുന്നു. പിന്നെ മനസ്സിലായത്. നേരത്തെ തന്നെ പറയാല്ലേ? നേരത്തെ അറിയാം, പിന്നെ മനസ്സിലായത്. പിന്നെ അതേപോലെ ഞാൻ ഒരാൾ ഞാനിങ്ങനെ ഇതൊക്കെ കേട്ടില്ല. പിന്നെ ഞാനിപ്പോൾ വേറെ ആവശ്യത്തിന് പോയി. നിങ്ങൾ ആചാര്യ പിന്നെ വേറൊരു ആവശ്യത്തിനുണ്ട് ഒരിടത്ത് പോയി ഒരാളായിട്ട് പോയി. അപ്പോൾ എന്നോട് ചെന്ന് ഞാൻ തന്നെ എൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എന്നോട് പുറത്ത് തട്ടി സാറിലിട്ടോ. നിങ്ങൾ കാര്യം പറഞ്ഞില്ല ഒരാവശ്യത്തിന് പോയപ്പോൾ. അപ്പോൾ പുറത്ത് തട്ടിയിട്ട് സാറില്ല ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് ഇപ്പം പറ്റി വിചാരിച്ചാണ്. അത് പൊട്ടം പഠിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ. ഷെയ്ഖുനെ കുറിച്ച് നിങ്ങൾ ഒരു നിസ്കരിക്കില്ലല്ലോ എന്നുള്ള മനസ്സിൽ വിചാരിച്ചതാണ്. ഷെയ്ഖുനെ നിസ്കരിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഞാനത് പൊത്തും പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ബഹുമാനപ്പെട്ട കൊണ്ട് പുറത്ത് പഠിക്കാൻ നമ്മൾ ലോഹിക്കാരനും ഒപ്പം പോകുമ്പോൾ ഞാനും പോയി. എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ ലോഹിക്കാരനും കൊണ്ട് പോയി ചെന്നപ്പോൾ എന്നോട് പുറത്ത് തട്ടി പറഞ്ഞു സാറിലെട്ടോ. സാറില്ല കേട്ടോ, ഞാൻ ചെന്നേ ഉള്ളൂ, വേറെ ഒന്നും സംസാരിച്ചില്ല. സംസാരിക്കാതെ തന്നെ നമ്മൾ കൽവിലുള്ള ഉപ്പർക്ക് അറിയാം. അപ്പോൾ സാറിലേട്ടോ പറഞ്ഞു. വരുന്ന ആൾ വേറെ പെണ്ണുങ്ങൾ സുക്കോടും കാര്യമൊക്കെ പറഞ്ഞ് അത് ആളെ സിപ്പാക്കും മാറിപ്പോട്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പർ പോകുന്നു. ഞങ്ങൾ പോകുന്ന എന്നോട് തിരിച്ചെന്തേ പോകുന്നതെന്ന് ഒപ്പരാൾ വെച്ച് ഞാൻ പറഞ്ഞു. ഞാൻ പോകുന്നത് പറഞ്ഞില്ലേ, ഞാൻ പോകുന്നത് പറഞ്ഞല്ലോ സാറിലാണ് ഞാൻ അതിനെ പോകുന്നേ. നമ്മൾ പോകേണ്ട ഉദ്ദേശം ഷെയ്ഖുനാറിന് സാരില്ലാന്നാണ് അതിന് തന്നെ വന്നത്. അങ്ങോട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് കൂടെ ഉള്ളവർ ചോദിച്ചത്. നിങ്ങൾ എന്നോട്ട് വന്നെന്ത് കഴിഞ്ഞ് ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാ വന്നത് ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയല്ലോ. വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടി. സാരില്ല പൊറ്റപ്പെട്ട് എന്തോ പറഞ്ഞല്ലോ. അപ്പോൾ അത് തന്നെ നമുക്ക് വലിയ അനുഭവമാണ്. ആദ്യം നിങ്ങൾക്ക് തോന്നിയാലോ നിസ്കരിക്കാത്ത ഒരാളാണെന്ന് മനസ്സിൽ തോന്നിപ്പോയി. അപ്പോൾ അത് പൊട്ടും പഠിക്കാണ്ടിട്ട് ഏറ്റവും തന്നെ ഞാൻ അവിടെ മൂപ്പൻ്റെ പോലെ കോഴിക്കോട് ഇടിയങ്കര അവിടെ പോയിരുന്നു. പിന്നെ നമുക്ക് ഉസ്താദ് പറഞ്ഞ അനുഭവം ഇബ്രാഹിം ഉസ്താദ് ചെറുപ്പത്തിൽ 10 വയസ്സിൽ നല്ലടത്ത് കിത്താബ് പോകുന്ന കാലത്ത് ആണ് നല്ലടത്ത് കിത്താബ് പോകുന്ന സമയത്ത് നൂറ്റത്തങ്ങളെ പറ്റിയിട്ട് പറഞ്ഞത്. ബാപ്പ നൂറ്റത്തങ്ങളിലാണ് ആദ്യം ഉസ്താദ്. ബാപ്പ ആദ്യ നൂറ്റത്തങ്ങളാണ്. പിന്നെ ഉസ്താദ് നൂറ്റത്തങ്ങളായിട്ട് പോകുന്നതും വൈകിട്ടിരുന്നു ഒക്കെ ഉസ്താദ്. അത് കഴിഞ്ഞ് മടവൂട്ട് വന്നപ്പോൾ മടവൂരിൽ നിന്ന് പറഞ്ഞ് ഇവിടുന്ന് നല്ലടത്ത് ഇങ്ങനെ എത്താൻ പറയുന്നുണ്ട്. ഞാൻ പുറത്താക്കാനല്ലേ. പുറത്തായിക്കോട്ടെ. നൂറ്റത്തങ്ങൾ ഹെക്കാണ്. CM എന്താ പറഞ്ഞത്? ഒരു പുറത്താക്കിക്കോട്ടെ. ആര് പുറത്തായിക്കോട്ടെ? ഇത്താ പോലും പള്ളികളിലും വലിയ ഉസ്താദ് ദർശിന്ന് പുറത്തായിക്കോട്ടെ. പിന്നെ നൂറ്റത്തങ്ങൾ ഹെക്കാണ്. ആരാ? നൂറ്റത്തങ്ങൾ ഹെക്കാണ്. നൂറ്റത്തങ്ങൾ ഹെക്കാണ്. ആണ് പുറത്തായിക്കോട്ടെ. പോകണ്ട. ഏലംകുളം ഉസ്താദുണ്ട് പെരിന്തൽമണ്ണ പഠിപ്പിക്കുന്നത്. അവിടെ പോയിക്കൊള്ളാണ്. ഏലംകുളത്ത് ഉസ്താദ് പഠിപ്പിക്കുക. ഉസ്താദാ? ഏലംകുളം മുഹമ്മദ് ഉസ്താദ് എന്ന് പറയും. ഉസ്താദ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയിക്കോളാം പറഞ്ഞു. പുറത്താക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോളി. അത് നമ്മളെ ആളാണ്. അത് നമ്മളെ ആളാണ്. ഏലംകുളം ഉസ്താദ് പെരിന്തൽമണ്ണ അവിടെ ഷാങ്കാൽ പഠിപ്പിക്കുന്നുണ്ട്. കരുവാരക്കൊണ്ടുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പോയിക്കോളി പറഞ്ഞു. അങ്ങനെ ഉസ്താദ് ഇവിടുന്ന് അപ്പോൾ എക്കാണ് പറയും. പിന്നെ വന്നാൽ ആഴ്ചയിൽ വന്നാൽ വേഴ്ച വന്നാൽ അങ്ങോട്ട് ചെല്ലും കാണാനായിട്ട്. അപ്പോൾ കണ്ട് വർത്താനം കഴിഞ്ഞ് പോരും.
അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കുറേ ലൈനിൽ നിൽക്കുക. വെള്ളിയാഴ്ച രാവിലെ കുറേ വൈകിട്ടാണ്. അപ്പോൾ മൂപ്പരോട് പറഞ്ഞ് ഒരു കുട്ടി ഉണ്ടായിരുന്നു ബുക്കും കൈ പിടിച്ച് നിൽക്കുന്നത് വരാൻ പറയുന്നു. ഒരു കുട്ടി എന്താ ആടെ ബുക്കും കൈ പിടിച്ചിട്ട് വരാൻ പറയുന്നു. അതെ, ബുക്ക് എപ്പോഴും സ്ലാത്ത് കിതാബ് ഉണ്ടാവും കയ്യിൽ. ഇപ്പോഴും സ്ലാത്ത് കിതാബ് കയ്യിലുണ്ടാവും. സലാത്തിന്റെ കിതാബ് സ്ലാത്ത് കിതാബ് ഉണ്ടാവും. ഒരു കോട ഉണ്ടാവും കയ്യിൽ, എപ്പോഴും ഉണ്ടാവും. ഏറ്റവും പോകുകയാണെങ്കിൽ കയ്യിൽ പിടിച്ചാൽ പോവുക. അപ്പം അവിടെ ആറ് ലൈൻ നിൽക്കുമ്പോൾ അവിടെ പറഞ്ഞ് ഈ കുട്ടി വന്ന് ലൈൻ നിൽക്കുകയാണ് ഉസ്താദ്. അപ്പോൾ വെള്ളം പറഞ്ഞത് മൂപ്പനോട് ഒരു കുട്ടി ഉണ്ടാകും ലൈനിൽ നിൽക്കണമെങ്കിൽ വരാൻ പറയുന്നത്. മൂപ്പൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ മൂപ്പൻ പറഞ്ഞ അപ്പം കല്യാണം പറഞ്ഞോട്ട് ബുക്ക് കൈ പിടിച്ച് കുട്ടിയാന്ന് പറഞ്ഞ് ബുക്ക് കയ്യെ പിടിച്ച് നിൽക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ അതിൽ മൂപ്പൻ കൂട്ടിക്കൊണ്ടുപോയി ഉണ്ടായി. അപ്പം ഇപ്പം പോയത് അവിടെ പോയത് തന്നെ പറഞ്ഞതാ. ഇപ്പം പോയത് അക്കാണ് അവിടെ. ഇപ്പം പോയത് ഹക്കിൽക്കാണ് അവിടെ നിന്നോണ്ടി. അവിടെ പോയത് ഹക്കിലാണ്. അവിടെ നിന്നോണ്ടിയാണ് തെറ്റുണ്ടോന്ന്. അങ്ങനെ ആരും കൂടെ അവിടെ നിന്നിട്ട് അവിടെ പഠിക്കുന്നതും പിടിക്കുന്നതൊക്കെ. പിന്നെ ആ ഉസ്താദ് ഒപ്പാട്ടാട് വരെ ആ ഉസ്താദ് കിസ്മട്ട് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് നിന്നതാണ് ഉസ്താദ്. അവിടുത്തെ മുഹമ്മദ് ഇബ്രാഹിമിലാര്. നമ്മളിപ്പോൾ കാണാൻ വന്ന ഉസ്താദ് ഇബ്രാഹിമിലാര്. അങ്ങനെ മുപ്പത് അനുഭവമാണ്. മുപ്പത് ഇവിടെ എപ്പോഴും പറഞ്ഞതാണ് ഈ അനുഭവമൊക്കെ. അവിടുന്ന് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്ലാസ്സിൽ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വേണം നമുക്ക്. പിന്നെ നമുക്ക് അത് തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഓരോ കേട്ട് കഴിവുണ്ട്. മറ്റോരോട് പറഞ്ഞത് അത് വേണ്ട, നിങ്ങൾ അനുഭവിച്ചത് ഇതാണ് അനുഭവിച്ചത്. ഇതന്നെ അനുഭവിച്ച്. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ സൗന്ദര്യം എങ്ങനെയായിരുന്നു? സൗന്ദര്യം വെള്ളം നിറഞ്ഞ തന്നെയാണ്. വെള്ളം താടിയില്ല, തലപ്പാവില്ല. ചിലപ്പോൾ കുപ്പായിടും, ചിലപ്പോൾ കുപ്പായിടില്ല. ഞാൻ 2 പ്രാവശ്യം പോയപ്പോൾ കുപ്പായിട്ടില്ല. തുണി ഇങ്ങനെ കയറ്റി വിട്ടിട്ട് കിടക്കുക. അങ്ങനെ കണ്ട് ചെടുവിൽ കിടക്കുന്നത് കണ്ട്. അത് ഞാൻ ചെന്നപ്പോൾ ഇന്നേച്ച് കുട്ടിയെന്ന് പറഞ്ഞ് തൊട്ടത്തി താരിലെട്ടോ പറഞ്ഞ് പറയാൻ കാര്യം നമ്മൾ നിസ്കരിക്കാത്തതിൻ്റെ ഇതെന്താ നിസ്കരിക്കാത്തതെന്നുള്ള ചിന്ത മനസ്സിൽ വന്നല്ലേ? വന്നതാ. നിസ്കരിക്കാൻ കാണില്ല. അവരുടെ പറയുന്നുണ്ട് പുറത്തുനിന്നേ നിസ്കരിക്കാൻ അപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാനും മനസ്സിലായി. എന്താ അപ്പം അങ്ങനെ പറയുന്നത്? ഇങ്ങനത്തെ ആളാണല്ലോ, അതിലായിട്ട് അട്ട ആളാണല്ലോ, മറന്ന കാര്യമൊക്കെ പറയുന്ന ആളാണല്ലോ എന്ന് ഞാനും മനസ്സിലിങ്ങനെ കരുതി. അപ്പോൾ അത് ഞാൻ പിന്നെ അതൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പൊട്ടം പഠിക്കുന്നതായി. അങ്ങനെ ഞാൻ പോയി പൊട്ടം പഠിക്കാൻ പോയതാ. സാരമില്ലട്ടോന്ന് പറഞ്ഞു. അതെല്ലാം പൊട്ടപ്പെട്ടെന്നും പറഞ്ഞു. ഇതാണ് അനുഭവം. അനുഭവമാണ് മെയിൻ അനുഭവം. എത്ര പ്രാവശ്യം പോയിരുന്നു? ഞാൻ 4-5 പ്രാവശ്യം പോയിട്ടുണ്ട്. ഉമ്മൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, പെങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. എല്ലാം പിന്നെ സ്വന്തം പിന്നെ പോയിട്ടുണ്ട്. സ്വന്തം പോയതാണ്ട്. ഇങ്ങനെ സ്വന്തം പോയപ്പോഴുള്ള അനുഭവം ഉണ്ടായിരുന്നു. മറ്റോ കോഴി വീട്ടിൽ സുക്കറിനെ പറ്റി പറയാനോ ദുനിയാവിൻ്റെ കാര്യം പറയാൻ പോയതാണ്. ദുനിയാവിൻ്റെ കാര്യം സുക്കറും കാര്യമൊക്കെ മിസ്സക്ക് പോകേണ്ടതും ഗൾഫ് പോകേണ്ടതൊക്കെ പറയാൻ വേണ്ടിയാണ് പെങ്ങൾ പോയത്. നമ്മൾ പോയത് ഇതിലാണ്. നമ്മൾ പൊട്ടം പിടിക്കാൻ വേണ്ടി പോയതാണ്. അതാണ്. അല്ല പിന്നെ നമ്മളെ ഉദ്ദേശത്തൊക്കെ അല്ല അങ്ങനെ സ്ഥാപിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളനുഭവം വെച്ചാൽ പിന്നെ നമ്മൾ അജിന് ആദ്യം ഞാൻ 2010 പോയി. അജിന് തങ്ങളുടെ വീട്ടിൽ പോയി. പിന്നെ 2017 ഞാൻ പെണ്ണുങ്ങളെയും കൊണ്ടുപോയി. അന്ന് നേരത്തെ കയറുന്നത്. അന്ന് നീട്ടാക്കിയാൽ പറ്റുമെന്ന് ഞാൻ അടുത്ത് പെണ്ണുങ്ങളെയും കൊണ്ട് വരണം അവിടുന്ന് പറഞ്ഞതാണ്. അത് നടന്നു. മക്കത്തുനിന്ന് പറഞ്ഞ് മരുന്നും പറഞ്ഞ്. അപ്പോൾ അത് അല്ല 2017 സാധിച്ചില്ല. അന്ന് എനിക്ക് ഞാൻ ശുക്രാരനാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ ശുക്രാരനാണ്. ബാട്ടുപാട് ക്യാൻസർ ശുക്രായ തൂലൂർ അമ്പിയാറിലാണ് ചികിത്സ. അല്ലാഹു ശിഫായിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് പിന്നെ 2000 പോയി. 2013 വൈകിട്ട് വേറെ ഒന്ന് പോയി. ബഗ്ദാദിൽ ഇത് മൊയ്സൈൻ്റെ പൈസേൻ്റെ ഇതിലൊരു ബഗ്ദാദി അവിടെ 10-60 സിയാർട്ട് കുറേ സൂറാക്കൾ സൈദന്മാർ അവിടെ ഒരു 10 സാധനം ഇവിടെ ബഗ്ദാദിൽ എന്തെങ്കിലും എല്ലായിടത്തും പോയി. 2013 അതൊക്കെ പോയി അള്ള കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ അള്ള നമ്മൾ ഇതൊക്കെ അള്ള സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ സ്വീകരിക്കട്ടെ. അതെന്നാണ്ട് നമ്മളെന്ത് ഉദ്ദേശിച്ചോ എന്നെ ആവണമെന്ന് മനസ്സിങ്ങനെ കരുതൂ. അപ്പോൾ കരുതി അല്ലാണ്ട് പറയുക. ഈ പുരൻ ഉണ്ടാക്കിയത് ഞാൻ അയച്ചിട്ട് ഉണ്ടാക്കിയാണ്. കടം ബാങ്കിനൊരു പൈസ വാങ്ങിയില്ല. അപ്പോൾ അങ്ങനെ പണിക്ക് രാത്രി 12 കേസോ 2 സുന്നത്ത് വെച്ചിട്ട് 2 രാത്രിയിൽ പറഞ്ഞു നാളേക്കുള്ള വൈ കാണിച്ചു തരണം പറ്റണേ, നാളേക്കുള്ള കൈ കാണിച്ചു തരണം. അപ്പം ഞാൻ തോണിക്ക് വരട്ടെ. അപ്പോൾ ചെന്നാൽ അതിന് പൈസ വായ്പ വെച്ചാൽ റെഡിയാണ്. പിന്നെ കടം വീടും അങ്ങനെ രാവും പാലും പറഞ്ഞ് അയച്ചിട്ട് കടം വീട്ടിൽ ഉണ്ടാക്കി. 2095 ഇത് മോളെ കല്യാണവും കുടിക്കലും പറഞ്ഞാണ്.
അപ്പോൾ ഒരു ഷെഡിൻ്റെ താമസിച്ച് നമ്മൾ വേറെ സ്ഥലങ്ങൾ വിറ്റ് ഇങ്ങനെ പോകുന്ന 4ാം സ്ഥലമാണ് താമസിക്കുന്നത്. നമ്മൾ 4ാമത്തെ ഇതര കൊണ്ടല്ല സുന്നങ്ങൾ ഇതര കൊണ്ടതാണ്. ഒന്ന് 2ാമത്തെ അനുഭവം വെച്ചാൽ ഞാൻ റബീഉൽ 12 തിങ്കളാഴ്ചയാണ് ഉച്ചക്കാണ് ജനിച്ചത്. ഞങ്ങളുടെ ജനറൽ തന്നെ ആ ടൈമിൽ അതാണ് മുഹമ്മദ് പേരിടാൻ കാരണം. പാപ്പയമ്മയോടെ 2ാമത്തെ അനുഭവം നമ്മൾ റബീഉൽ 12 തിങ്കളാഴ്ച ഉച്ചക്കാണ് നമ്മൾ ജനം. ചോദിക്കാൻ ദിവസങ്ങൾ കല്യാണം കഴിച്ച ഖദീജ ആദ്യം നമുക്ക് അള്ള തന്നത് തന്നെ. അത് ആലോചിച്ച് പറഞ്ഞൊന്നുമല്ല, അള്ള തന്നത് തന്നെ. എല്ലാം ഇങ്ങനെ അള്ളിങ്ങനെ ഒപ്പിച്ചേരുന്നുണ്ട്. അതിന് പോകേണ്ട തോണി, ബഹദാദ് പോകേണ്ട തോണി ഒക്കെ അള്ളിങ്ങനെ സാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും സി എം വലിയുള്ളാനെ കാണാൻ പറ്റി, മഹാന്മാരെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. സി എം വലിയ കണ്ട ശേഷമാണ് മഹാന്മാരൊക്കെ കണ്ടതും പോയതൊക്കെ. മടവൂർ ശേഖരനെ കണ്ടതിന് ശേഷമാണ് മറ്റു മശായിഹന്മാരത്തൊക്കെ എത്തിയത്. അന്ന് ദ്വയുണ്ട്. പിന്നോട് വേറെ ആൾ പറഞ്ഞിങ്ങനെ ഈ മുറബിയ സൈനെ കണ്ടുപിടിക്കണം. ഞാൻ സി എം വലിയുള്ളാൻ്റെ ആടേക്ക് പോയി പിന്നെ അപ്പാനിപ്പള്ളിയിൽ പോകും. സി എം വലിയ ഒഫാട്ടായ അപ്പാനിപ്പള്ളിയിൽ പോകും, മമ്പത്ത് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ മുറബിയ സൈനെ കണ്ടുപിടിക്കണമെന്ന് ഇങ്ങനെ ഒരാളിനോട് പറഞ്ഞു. അതിന് വിദ്യയും പറഞ്ഞു തന്നെ. രാത്രി 12 കേസോ ഊടുണ്ടാക്കിയിട്ട് 2 കസുനസ് വെച്ചിട്ട് സ്ലാത്ത് അടിക്കൊണ്ട് 10 പറയാം. 10 മുറബിയ സൈനെ കാണിച്ചു തരണോ 10 പറയാം. അങ്ങനെ ദ്വാരക്കുക. അങ്ങനെ 21 ദിവസം 30 ദിവസം 40 ദിവസം പറഞ്ഞേ എൻ്റെ കൽബ് വരാണ്. അപ്പോൾ 21 ദിവസം തന്നെ ഞാൻ കണ്ട് സ്ഥലങ്ങളെ സ്വപ്നത്തിൽ കണ്ട് കണ്ട് അങ്ങനെയാണ് ഈ സിലോപ്പിൽ പ്രവേശിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ ഇടയിൽ വേറെ ഇങ്ങനെ പല സ്ഥലത്തേക്ക് പോയാലും ഇങ്ങനെ മമ്പർത്തവും ഒക്കെ പോകും. ഈ സിലോപ്പിൽ വരുന്നത് എനിക്ക് അള്ള നേരത്തെ കാണിച്ചു തന്നതാണ് നക്ഷത്രങ്ങളെ എക്കാണ് പറഞ്ഞിട്ട്. പിന്നെ നോക്കും മൊയ്സേൻ്റെ തവയാണ്, പേരക്കുട്ടിയാണ്. 22ാമത്തെ പേരക്കുട്ടിയാണ് നക്ഷത്രങ്ങൾ. 21 നക്ഷത്രങ്ങൾ, 22 മുഹമ്മദ് അബീസ് നക്ഷത്രങ്ങൾ. 23 ഇപ്പം മാറ്റം ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്. കുട്ടിയല്ല, കല്യാണിച്ച് കുട്ടികളൊക്കെ കഴിയുന്നത് ഇതാണ്. ഇപ്പോൾ എല്ലാം നടത്തുന്നത്. ഏതായാലും അൽഹംദുലില്ലാഹ് കണ്ടേഴ്സാണ് ഇതൊക്കെ നല്ല സ്ഥാപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കണ്ടേഴ്സാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് ഇവരുടെ കണ്ടതൊക്കെ. കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പാണ് ഇതൊക്കെ കണ്ടതും പോയതും പറഞ്ഞതൊക്കെ ചെയ്യൊക്കെ ഇതാണ്. അതിങ്ങനെ അള്ള കൊണ്ടുവന്ന് അല്ല അള്ള ഉദ്ദേശമൊക്കെ അള്ള സ്ഥാപിച്ചിട്ടുണ്ട്. മടവൂർ തന്നെ എപ്പോഴെങ്കിലൊക്കെ പോയാലും. ഇപ്പോൾ ആദ്യമൊക്കെ 2 ആഴ്ച വരുമ്പോൾ ഇപ്പോൾ സൈക്കിൾ എടുത്ത് മടവൂർ പോയി. അലിനെ സൈക്കിൾ വെച്ചിട്ട് 3 സൈക്കിൾ വെച്ചിട്ട് സൈക്കിൾ എടുത്തിട്ട് മടവൂർ പോയിട്ടുണ്ടായിരുന്നു സിയാസിന് സൈക്കിൾ. ഇപ്പോൾ വണ്ടി തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. 8 കൊല്ലം കഴിഞ്ഞ് 9ാമത്തെ കൊല്ലം. ഇതെല്ലാം വേറെ വണ്ടി കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാവും മാറ്റാം. അപ്പോൾ അതിന് മുമ്പേ സൈക്കിളിൽ പോയിട്ട് സിയാമ്മയുടെ അടുത്ത് സിയാത്ത് വേണ്ടി പോയത്. ഒന്ന് അലിയന്മാരെ കൊണ്ടുപോയിട്ട് ദോയിക്കാരെ കൊണ്ടുപോയിട്ട് ഒക്കെ കൊണ്ടുപോകും. നമ്മളാരെയും കൊണ്ടുപോകാൻ ദോയിക്കാരെ കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകും. ഏതായാലും സി എം വലുതാനെ കണ്ട അനുഭവമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഏതായാലും ഇനിയും മഹാന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ അല്ലാഹ് ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സി എം വലിയുള്ളാഹിൻ്റെ അനുഭവങ്ങൾ ഇനിയും ഒരുപാട് അനുഭവങ്ങൾ പലയിടത്തുനിന്നും നമുക്ക് എത്താനുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഷെയ്ഖുനാനെ കണ്ടവരുണ്ട്. ആ കണ്ടവരായ ആളുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. പുതിയ അനുഭവങ്ങൾ വരും തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് മടവൂർ കാഫിലോടൊപ്പം നിൽക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീനയിൽ വന്നു മദബോധം തന്നു.